ചേച്ചി പെണ്ണെ, ആ 7 ദിവസങ്ങൾ എനിക്ക് തരൂ. ദേ റിൻസി, ഒരുത്തൻ നിന്റെ ആർത്തവം പോസ്റ്റിന്റെ താഴെയിട്ട കമന്റ് കണ്ടോ? എവിടെ നോക്കട്ടെ. അച്ചോടാ, പാവം പയ്യനല്ലേ, ഒന്ന് മുട്ടി നോക്കിയാലോ. ഈയിടെ ഗീതവും ഏതോ ആർത്തവം റിലേറ്റഡ് പോസ്റ്റ് ഇട്ടപ്പോൾ ഇതേ ഡയലോഗുമായിട്ട് ഇവൻ കമന്റ് ബോക്സിൽ വന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്യടി, നൈസായിട്ട് അവന്റെ ഇൻബോക്സിൽ പോയി മുട്ടിയിട്ട് വാ. നമ്മൾ സ്ത്രീകളെ ഇത്രയധികം കെയർ ചെയ്യുന്ന പുരുഷ കേസരികൾ ഇപ്പോഴും ഈ കൊച്ചു കേരളത്തിലുണ്ടല്ലോ. താങ്ക് യു ബ്രദർ ഫോർ യുവർ കെയർ. ഹായ് ചേച്ചി പെണ്ണെ. എടീ സെറ്റ്. ഹോസ്റ്റൽ റൂംമേറ്റ് അടക്കം പറഞ്ഞു. നല്ല വേദനയുണ്ടോ ചേച്ചി? ഉണ്ട് ബ്രോ, എന്ത് ചെയ്യാൻ പറ്റും, പെണ്ണായി പിറന്നു പോയില്ലേ. ചേച്ചി, ഇപ്പോൾ ദൈവം എൻ്റെ മുന്നിൽ വന്ന് ഒരു വരം ചോദിച്ച എല്ലാ മാസത്തെയും ചേച്ചിയുടെ ആ 7 ദിവസങ്ങൾ എനിക്ക് തരാൻ ഞാൻ ആവശ്യപ്പെടും. അയ്യോ മോനൂസേ, എല്ലാ ദിവസവും അത്രയും ക്ഷീണവും ബ്ലീഡിങ്ങും ഒന്നും കാണില്ല. മാത്രമല്ല, ഇതൊക്കെ മോനൂസിൻ്റെ അമ്മയും സഹോദരിമാരുണ്ടെങ്കിൽ അവരും അനുഭവിക്കുന്ന തന്നെയാണ്. എന്നാലും സാരമില്ല ചേച്ചി പെണ്ണെ. ഇതിനിടയ്ക്ക് ചാറ്റ് കണ്ടുകൊണ്ട് റൂമിൽ കയറി വന്ന റിൻസിയുടെ റൂംമേറ്റ് ഗോപിക ചെക്കൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി ഇത് എൻ്റെ നാട്ടുകാരൻ പയ്യനാ, കൊള്ളാലോ ഇവൻ. ഈശ്വര, ഈ ഹോസ്റ്റലിലുള്ള പെൺപിള്ളേരെല്ലാം ഇവൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണല്ലോ. ഇവൻ്റെ ചേച്ചി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ചേച്ചി പെണ്ണെ പോയോ? ഈ വരുന്ന 28-ന് എൻ്റെ ബർത്ത്ഡേ ആണ് ചേച്ചി. ആഹാ, അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് മോനൂസേ. താങ്ക് യു ചേച്ചി. എനിക്ക് ചേച്ചിപ്പെണ്ണിനെ നേരിലൊന്ന് കാണണമെന്നുണ്ട്. അതെന്താ മോനൂസേ? ചേച്ചിപ്പെണ്ണിനെ ഞാൻ കാണുന്നത് നമുക്ക് ഫ്രീഡം വാങ്ങിത്തരാൻ ബ്രിട്ടീഷുകാരോട് പൊരുതിയ ധീര വനിതയായിട്ടാണ്. അതെന്താ? ചേച്ചിയുടെ പേര് റിൻസി എന്നായിരിക്കാം, പക്ഷേ എനിക്ക് ചേച്ചിയുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഫ്രീഡം ഫൈറ്റർ ഝാൻസി റാണിയുടെ മുഖമാണ്. ആ 7 ദിവസങ്ങൾ യുദ്ധഭൂമിയിൽ എന്ന പോലെ ചോര പൊടിഞ്ഞോട്ടെ, പക്ഷെ അന്തിമ വിജയം ചേച്ചിക്കൊപ്പം ആയിരിക്കും. അല്ല മോനൂസേ, അപ്പോൾ ബ്രിട്ടീഷുകാർ ആരാണ്? സംശയം എന്താ? എൻ്റെ ചേച്ചിപ്പെണ്ണിനെ ഈ അവസ്ഥയിലെത്തിച്ച ആർത്തവം തന്നെയാ. ചെക്കൻ്റെ റിപ്ലൈ കേട്ടതും ഹോസ്റ്റൽ റൂമിലെ റിൻസിയും കൂട്ടുകാരും തല തല്ലി ചിരിച്ചു മറിഞ്ഞു. ഓക്കെ മോനൂസേ, എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ വീട്ടിൽ വരട്ടെ. അയ്യോ, വീട്ടിലങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല ചേച്ചി, നമുക്ക് പുറത്തു പോകാം. അത് വേണോ? ശരി, സമ്മതിച്ചു. അങ്ങനെ റിൻസിയും ചെക്കനും പരസ്പരം കണ്ടുമുട്ടാനുള്ള സ്ഥലം സെറ്റാക്കി. ഒടുവിൽ ആ ദിവസവും വന്നെത്തി. തന്നെ നേരിട്ട് കണ്ടാലുടനെ എൻ്റെ ജാൻസ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ചെക്കൻ കെട്ടിപ്പിടിക്കുമെന്ന് റിൻസി വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. അല്ല മോനൂസേ, എന്തേ നാണം? ചാറ്റിൽ കാണിക്കുന്ന വാചകമടിയേ ഉള്ളൂ അല്ലേ? ചെക്കൻ നാണിച്ച് തല കുനിച്ചു. റിൻസി അവന് പിറന്നാൾ ആശംസകളും പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. താങ്ക് യു ചേച്ചി. എന്താ ഇതിൽ? അത് മോനൂസ് വീട്ടിൽ പോയിട്ട് തുറന്നു നോക്ക്. ചേച്ചി പെണ്ണെ, നമുക്ക് കുറച്ചും കൂടി സേഫായി എങ്ങോട്ടെങ്കിലും പോയാലോ? പിന്നെന്താ, ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകുന്ന വഴിയാ, എൻ്റെ കൂടെ വായോ. എന്നെ സംബന്ധിച്ച് ഇത്രയും സേഫായിട്ടുള്ള ഒരു സ്ഥലം ഈ ദുനിയാവിലില്ല. അതല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്. മോനൂസേ, നീ കുറച്ചുകൂടി മൂക്കണം. ചാറ്റിൽ കാണിക്കുന്ന ആവേശം നേരെ കാണുമ്പോൾ ചോർന്നു പോകുന്നു. അത് ചോരാതെ പിടിച്ചു നിർത്താൻ പറ്റുമ്പോൾ വിളി, ഞാൻ വരാം. അറ്റ്ലീസ്റ്റ് എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ചങ്കുറപ്പുണ്ടാവട്ടെ. പോട്ടെ മോനൂസേ, ബൈ. മുകേഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തില്ല. ചേച്ചി, അടുത്ത മാസത്തെയും ആ 7 ദിവസങ്ങൾ ഞാൻ അഡ്വാൻസായി എടുത്തോട്ടെ. പിന്നെന്താ, എല്ലാം എൻ്റെ മോനൂസിനുള്ളതാ. പോട്ടെ. എന്തായാലും പയ്യൻ തിരികെ വീട്ടിൽ പോയ ശേഷം റൂമിൽ കയറി പൊതി അഴിച്ചു. ഷോ, എന്താവും ഇതിനുള്ളിൽ? ഡേ, വാതിൽ തുറക്കടാ. റൂമിൻ്റെ വെളിയിൽ നിന്നും ചെക്കൻ്റെ സ്വന്തം ചേച്ചിയുടെ വിളി. അവൻ ഗിഫ്റ്റ് പൊതി തലയണക്കിടയിൽ ഒളിപ്പിച്ചിട്ട് വാതിൽ തുറന്നു. അപ്പോഴേക്കും കഥയെല്ലാം ഗോപിക മോനൂസിൻ്റെ സ്വന്തം ചേച്ചിക്ക് കൈമാറിയിരുന്നു. രാത്രി 12 മണിക്ക് നിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ നേരം നീ എന്താ അമ്മയോട് പറഞ്ഞത്? അത് പിന്നെ പറയടാ. നിന്നെ കേക്ക് മുറിക്കുന്ന പരിസരത്ത് അടുപ്പിക്കരുത്, പീരീഡ്സ് ആയതുകൊണ്ട്. ആ, അപ്പോൾ നിനക്കത് ഓർമ്മയുണ്ട്. ആ നീ ആണോടാ ഗോപികയുടെ ഫ്രണ്ട് റിൻസിയുടെ പോസ്റ്റിന് താഴെ ആ 7 ദിവസങ്ങൾ എനിക്ക് തരുമെന്ന് കമന്റ് ഇട്ടത്? കഷ്ടം. അതൊക്കെ പോട്ടെ, എന്താ ഗിഫ്റ്റ് കിട്ടിയത്? അറിയില്ല, ഫുൾ തുറന്നില്ല. പഞ്ഞി ടൈപ്പ് എന്തോ ആണ്. പഞ്ഞിയല്ലട, കമ്പി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വന്തം അനിയനായിപ്പോയി. ഗോപിക വിളിച്ചായിരുന്നു. ഗിഫ്റ്റായിട്ട് മോനൂസിൻ്റെ ചേച്ചിപ്പെണ്ണ് റിൻസി പൊന്നനിയന് തന്നുവിട്ടത് അവൾ ഈ മാസം ഉപയോഗിച്ച സ്റ്റേ ഫ്രീ ആണ്. ഞാനിതെന്ത് ചെയ്യാനാടി? നിന്റെ അണ്ണാക്കിലിട്ട് കത്തിക്കടാ. പെട്ടെന്ന് ചെക്കൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂ കാലം നീ തന്നു. അളിയ, ഫുട്ബോൾ കളിക്കാൻ വരുന്നില്ലേ? അളിയ, ഞാൻ കത്തിച്ചിട്ട് വരാം. സോറി, കഴിച്ചിട്ട് വരാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.